Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Unity Center for Medical Education, Kaningad. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യമെങ്ങും ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി. ഈ വർഷം നവരാത്രി ആരംഭിച്ച് 10ാം ദിവസം മഹാനവമിയും 11ാം ദിവസം വിജയദശമിയും ആഘോഷിക്കും. 9 രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രിയിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവിമാരെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നു. ദുർഗാദേവി അടക്കമുള്ള ദേവതകൾക്ക് പൂജകൾ അർപ്പിക്കുന്നതാണ് ഈ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങ്. നവരാത്രി നന്മയുടെ വിജയത്തെയും ജ്ഞാനത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. 9 ദിവസങ്ങളിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങൾക്കാണ് ആരാധന നടത്തുന്നത്. ഈ വർഷം നവരാത്രി ആരംഭിച്ച് 10ാം ദിവസം മഹാനവമിയും 11ാം ദിവസം വിജയദശമിയും ആഘോഷിക്കുന്നു. ഒക്ടോബർ 1 മഹാനവമിയും ഒക്ടോബർ 2 വിജയദശമിയും ആഘോഷിക്കുന്നു. 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പൂജകൾക്കും ദർശനത്തിനുമായി ദേവീക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടുക. കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി. വീടുകളിൽ ബൊമ്മക്കൊലി ഒരുക്കി വിശ്വാസികൾ ആരാധന നടത്തുന്നു. നവരാത്രിയുടെ ഭാഗമായി ദേവീക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഭഗവതി പൂജയും നടത്തുന്നു. കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും കലകൾക്ക് അരങ്ങേറ്റം കുറിക്കുന്നതിനുമായി പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച 243 ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനം നടത്താൻ ശേഷിക്കുന്ന 107 ഭവനങ്ങളുടെ താക്കോൽദാനവും ലൈഫ് ഗുണഭോക്തൃ സംഗമവും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു. കേരള പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മങ്ങൾ ഈ ലൈഫ് സംഗമവും നിങ്ങളെവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് താക്കോൽദാന കർമ്മം നിർവഹിക്കുകയാണ്. താക്കോൽദാനം നമുക്ക് വീട്ടിൽ വന്നേണ്ട സുഹൃത്തുക്കളുടെ ക്ഷണം മറ്റുള്ളവർക്കെല്ലാം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA എൻ്റെ സഹപ്രവർത്തകർ നിർവഹിക്കുന്നതുകൊണ്ട് പോകാൻ അനുവാദം നൽകണമെന്ന ഒരു വിനീതമായ അപേക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ സംഘടനകളും വിജയങ്ങളും. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, T തമ്പാൻ മാസ്റ്റർ, TK രാജൻ, K സരിത, അഡ്വക്കേറ്റ് KP രമേശൻ, MP ദാമോദരൻ, MP വിനോദ്കുമാർ, സെക്രട്ടറി ഇൻചാർജ് CMK അബ്ദുൾ റഹ്മാൻ, VO P സനൂപ, ആലിസ് ജോയ്, E ഷോബിൻ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാസങ്ങളായി കണ്ണുകളടച്ച ഹൈമാസ്റ്റ് വിളക്കിൽ റീത്ത് വെച്ച് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സെൻട്രലിലാണ് വിളക്കുകാലിൽ റീത്ത് സമർപ്പിച്ചത്. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റീത്ത് സമർപ്പിച്ചുള്ള പ്രതിഷേധം മണ്ഡലം ജനറൽ സെക്രട്ടറി K രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്ക് അണഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും
പടന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് അനക്കമൊന്നുമില്ലെന്ന് BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇലക്ഷൻ മാത്രം വരുമ്പോൾ നമ്മൾ ഭരണനേട്ടങ്ങൾ എന്ന് എണ്ണി മാത്രം പറയുന്ന പടന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു വികസനവും പടന്ന പഞ്ചായത്തിൽ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ എണ്ണി പറയാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയിൽ തന്നെ MCF മാലിന്യ ശേഖരണം MCF ഇല്ലാത്ത ഏക പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്ത്. സ്ഥലം MLA അനുവദിച്ച വിളക്കായതിനാൽ ഇതിൽ ഇടപെടൽ നടത്തേണ്ട LDFും താൽപര്യം കാട്ടുന്നില്ലെന്ന് BJP ആരോപിച്ചു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് CV പത്മരാജൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം K ശശികല, K ശ്രീജ, K രേഷ്മ എന്നിവർ സംസാരിച്ചു. PV മനുരാജ്, K ഗോകുൽ, M പ്രേമൻ, C ഷീജ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നവരാത്രി ആരാധനാ മഹോത്സവം ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ AV മാധവ് പുതുവാളിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ച് ഫണ്ട് ശേഖരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആരാധനാ മഹോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AV മാധവ പൊതുവാളിൽ നിന്നും ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VP സുമിത്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ K ശ്രീനിവാസൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സായംപ്രഭ ഹോമിന്റെ ഉദ്ഘാടനം മണ്ടൂരിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ടൂരിൽ നിർമ്മിച്ച സായംപ്രഭ ഹോമിന്റെ ഉദ്ഘാടനം നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഭിമാനകരമായ ഒരു പദ്ധതി ഇവിടെ വയോജനങ്ങൾക്കായി. നമുക്കറിയാം, കേരളം വയോജനങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭയിൽ വയോജന ബിൽ അവതരിപ്പിച്ചത്. വയോജന ബിൽ അവതരിപ്പിക്കുക മാത്രമല്ല, നേരത്തെ വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. പക്ഷേ വയോജനങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പല രൂപത്തിലുണ്ട്. അത് കുടുംബത്തിനകത്ത് പ്രായമാകുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും വിശ്രമിക്കാനും ഉതകുന്ന തരത്തിലാണ് സായംപ്രഭ ഹോം നിർമ്മിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PP രോഹിണി, AV രവീന്ദ്രൻ, KM ശോഭ, MT സബിത, AE CT അനിത, ICDS സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹറ, പഞ്ചായത്ത് അംഗങ്ങൾ, വയോജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BJP പുഞ്ചക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BJP പുഞ്ചക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ സംഗതി എന്ന് പറയുന്നത് സനാതനധർമ്മ വിശ്വാസികളോട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ മന്ത്രിയാണ്. അദ്ദേഹം സനാതനധർമ്മത്തെ കുറിച്ച് പറഞ്ഞത് അത് ഡെങ്കിപ്പനി പോലെ ഒരു വൈറസാണ്, അത് തുടച്ചു നീക്കണമെന്ന്. അവനെയാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിന് ആദ്യം ക്ഷണിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ സ്റ്റാലിൻ അപ്പുറം വന്നില്ല. ഏതായാലും അത്രയും നമ്മൾ അയ്യപ്പന്റെ ശക്തി അത്രയും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പുഞ്ചക്കാട് ഏരിയ പ്രസിഡന്റ് ബിജു പുഞ്ചക്കാട് അധ്യക്ഷത വഹിച്ചു.
കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കിൽ ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് KV നാരായണൻ, മണ്ഡലം പ്രസിഡന്റ് K ശ്രീനാഥ്, സെക്രട്ടറിമാരായ നന്ദകുമാർ അന്നൂർ, രവീന്ദ്രൻ ചിറ്റടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, വിപിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേനയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കൽ പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേനയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനമൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ജയ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP സമീറ, കൗൺസിലർമാരായ PV സുഭാഷ്, T ദാക്ഷായണി, സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ശുചിത്വ മിഷൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ PP അഷ്റഫ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത KV, അനീഷ് ലാൽ, ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ഷൈനി E, പ്രസിഡന്റ് മഞ്ജുള MV, കോർഡിനേറ്റർ മധുസൂദനൻ E എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രവാസി വോട്ടവകാശം ഉറപ്പാക്കുന്ന തരത്തിലല്ല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്ന നടപടികളെന്ന് കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരോപിച്ചു. ചെറുവത്തൂരിൽ പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിനും നാടിനുമായി മറുനാട്ടിൽ അധ്വാനിക്കുന്നവർക്ക് അർഹമായ പ്രവാസി വോട്ട് തന്നെ കൂട്ടമായി തള്ളപ്പെടുമെന്ന ആശങ്ക ഉളവാക്കുകയാണെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് O നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി R ശ്രീകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ PP സുധാകരൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഷാജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. 12 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറിമാരായ P സൈതാലിക്കുട്ടി, PK അബ്ദുള്ള, ജലീൽ കാപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K ബാലകൃഷ്ണൻ, PV വിജയൻ എന്നിവർ സംസാരിച്ചു. തിരികെ എത്തിയ പ്രവാസികൾക്കും പ്രവാസി കെയർ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ജനകീയ വികസന പത്രിക പ്രകാശനവും വികസന ജനസഭയും നടന്നു. AV സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നാളത്തെ പഞ്ചായത്ത് ജനകീയ വികസന പത്രിക തയ്യാറാക്കി. ജനകീയ ആസൂത്രണത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് പുതിയ വെല്ലുവിളികൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പത്രിക തയ്യാറാക്കിയത്. പത്രികയുടെ പ്രകാശനവും വികസന ജനസഭയും AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വികസന ഉപസമിതി കൺവീനർ PV രത്നാകരൻ അധ്യക്ഷനായി. സംസ്ഥാന വികസന ഉപസമിതി കൺവീനർ PA തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, K നാരായണൻ, PV ജയശ്രീ, MSc നാരായണൻ മാസ്റ്റർ, T ഗോപാലൻ, K ഗോവിന്ദൻ, TV വിജയൻ മാസ്റ്റർ, പരമേശ്വര വർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് കിസാൻ ഗ്രൗണ്ട്, പയ്യഞ്ചാൽ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കണ്ടോത്ത് കിസാൻ ഗ്രൗണ്ട്, പയ്യഞ്ചാൽ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, കൗൺസിലർ KU രാധാകൃഷ്ണൻ, K പവിത്രൻ, VP മോഹനൻ, C കരുണാകരൻ, പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM നേതാവും മുൻ നഗരസഭാ വാർഡ് കൗൺസിലറുമായിരുന്ന KV രാഘവന്റെ 1ാം ചരമവാർഷിക ദിനവും ഫോട്ടോ അനാച്ഛാദനവും മുത്തത്തിയിൽ നടന്നു. മുൻ MLA C കൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. CPIM നേതാവും അവിഭക്ത കോറോം ലോക്കൽ സെക്രട്ടറിയും മുൻ നഗരസഭാ വാർഡ് കൗൺസിലറുമായിരുന്ന KV രാഘവന്റെ 1ാം ചരമവാർഷിക ദിനവും ഫോട്ടോ അനാച്ഛാദനവും മുത്തത്തിയിൽ നടന്നു. മുൻ MLA C കൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. നേതാക്കളായ V നാരായണൻ, KV ലളിത, P ഗംഗാധരൻ, കോറോം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VV ഗിരീഷ്, KG നാരായണൻ, ET പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. ഏച്ചിലാംവയൽ വായനശാലയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. ഏച്ചിലാംവയൽ വായനശാലയിൽ നടന്ന നഗരസഭ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സമീറ ടീച്ചർ, വി.വി. സജിത, ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് വി.പി. ബാലഗംഗാധരൻ, ആസ്ട്രോ ഡയറക്ടർ കെ. ഗംഗാധരൻ, സെക്രട്ടറി ആർ. മുരളീധരൻ, പയ്യന്നൂർ എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി.കെ. ബിന്ദു, കൗൺസിലർ ഇ. ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ടി.ഐ. മധുസൂദനൻ MLA, മുൻ MLA സി. കൃഷ്ണൻ എന്നിവരെ രക്ഷാധികാരികളായും, കെ.വി. ലളിത ചെയർമാനായും, പി.വി. കുഞ്ഞപ്പൻ, സമീറ ടീച്ചർ, കെ.വി. സുധാകരൻ, കെ. ഗംഗാധരൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും, ഇ. ഭാസ്കരൻ വർക്കിംഗ് ചെയർമാനായും, സി.കെ. ബിന്ദു ടീച്ചർ കൺവീനറായും, ആർ. മുരളീധരൻ കോർഡിനേറ്ററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനം കുടുംബസംഗമവും അനുമോദന ചടങ്ങും കളരി ദേവസ്ഥാന പരിസരത്ത് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അടുത്ത ലക്ഷ്മി അമ്മ, കല്ലറ ഇടവലക്കുന്ന് പെരുന്തട്ട. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 4 താവഴകളിൽപ്പെട്ട കല്ലറ തറവാട് കുടുംബക്ഷേത്ര നവീകരണവും തറവാട് ഭവനത്തിന്റെ നവീകരണവും നടന്നുവരുന്നതിനോടനുബന്ധിച്ച് കുടുംബസംഗമവും ആദരിക്കലും അനുമോദനവും മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനം പരിസരത്ത് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അതിലെ വാചകങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി കാലവും സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നാണ്. ഈ പ്രദേശത്തുള്ള നമ്മുടെ തറവാട്ടുകാർക്ക് മാത്രം സുഖം വരണമെന്നല്ല, എരമംകുറ്റൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും സുഖമാവണമെന്നല്ല, ഹിന്ദു സമുദായത്തിലെ എല്ലാവർക്കും സുഖമാവണമെന്നല്ല, ഈ സൂര്യന് താഴെ ഉള്ള എല്ലാവർക്കും സുഖം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. 1893 ലോക മതസമ്മേളനം ചിക്കാഗോയിൽ വെച്ച് നടക്കുമ്പോൾ കെ.പി. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കെ. ബാലകൃഷ്ണൻ, കെ.പി. രാമചന്ദ്രൻ, കെ.ഇ. രാഘവൻ, കെ. രാധാമണി, കെ. ജാനകി, കെ. കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് നേടിയ കാമ്പ്രത്ത് മാധവൻ മാസ്റ്ററെ അനുമോദിച്ചു. രൗദ്രശ്രീ ടി. കൃഷ്ണൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഥകളിയിൽ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് നേടിയ കാമ്പ്രത്ത് മാധവൻ മാസ്റ്ററെ അനുമോദിച്ചു. ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് രൗദ്രശ്രീ ടി. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇവരൊക്കെ മറ്റുള്ളവരിലും തന്നെ ഞാൻ ഇടയ്ക്കിടെ കാണുന്ന ആൾക്കാരെയെല്ലാം ഒന്നിച്ച് കാണാനൊരു അവസരം ഈ എന്താ പറയേണ്ടത് ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുത്ത ആ മോഹം കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും ചെറുപ്പകാലം കളരി അഭ്യാസം കഴിഞ്ഞ് കഥകൾ പഠനകാലത്ത് ഞാനും മാധവൻ, കൃഷ്ണൻ, പാറന്തട്ട ദാമോദരൻ, രാമദാസൻ, അപ്പൻ, കണ്ടമുത്ത്, ഇങ്ങനെയുള്ള ആ ഒരു ചെറിയ ചങ്ങാതി കൂട്ടം കളരിയുടെ അഭ്യാസകാലത്ത് യു. നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇ. എ. ബാലൻ, N.V. കൃഷ്ണൻ മാസ്റ്റർ, എ. വിനയകുമാർ, വിമല ദാമോദരൻ, കെ. വി. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാമ്പ്രത്ത് മാധവൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. നാൽപ്പത്തിമൂന്നാമത് കണ്ണൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് പഠിക്കുകയും ഈ പരിശീലനമൊക്കെ നടത്തുകയും ചെയ്യുന്നവർ ഉൾപ്പെടെ ഈ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഏറ്റവും ആരോഗ്യകരമായ മത്സരമായി ഇത് മാറണം. സൗഹൃദമാണ് ഏത് മത്സരത്തിൻ്റെയും അന്തിമമായിട്ടുള്ള. പി.എസ്. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബി. നന്ദകുമാർ, എം. ബാലകൃഷ്ണൻ മാസ്റ്റർ, സി.എൻ. മുരളി, പ്രകാശൻ എം.വി. തുടങ്ങിയവർ സംസാരിച്ചു. വിജയികളായവരിൽ 1 മുതൽ 4 വരെ സ്ഥാനം ലഭിച്ചവർ നവംബർ 1, 2 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മുത്തശ്ശി കഥയുടെ കെട്ടഴിച്ച് സതി ടീച്ചർ കുട്ടികൾക്ക് വിസ്മയമായി. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ ബാലസഭയിലാണ് കഥകൾ കൂടി കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയത്. മുത്തശ്ശി കഥകളുടെ കെട്ടഴിച്ച് സതി ടീച്ചർ കുട്ടികൾക്ക് വിസ്മയമായി. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് കുടുംബശ്രീ ADS ഒരുക്കിയ ബാലസഭയിലാണ് കഥകളിൽ കൂടി സതി ടീച്ചർ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയത്. പല്ലിയേരിക്കോവൽ ലേവി സ്മാരക വായനശാലയിലാണ് കുട്ടിക്കഥകളും കവിതകളുമായി കുട്ടികൾക്ക് രസം പകർന്നത്. നല്ല കരയിലേക്ക് പോയിട്ട് നോക്കുമ്പോഴേക്ക് അതാ പയ്യൂന്റെ കൊമ്പും പാലിന്റെ ചോറ്. ഇതെന്താക്കി ആദ്യാണി സുമതിയുടെ അമ്മയും കണ്ടാൽ ഇതെല്ലാം അപ്പ തിന്നൂലേ. ആദ്യാണി പയ്യൂനെയും കൊണ്ട് ദൂരത്തേക്ക് പോയിട്ട് ഇതെല്ലാം തിന്നു. അങ്ങനെ ദിവസം കാത്യാണി ഇങ്ങനെ പാച്ചോറ് തിന്ന് കാത്യാണി സുന്ദരിയായി. ഇത് കാണുമ്പോ സുമതിക്കും സുമതിയുടെ അമ്മക്കും കുയിപ്പോത്തി. നമ്മടെ നാളെ ഓടെന്തെന്ന് ഇങ്ങനെ സുന്ദരിയാന്ന്. തുടർന്ന് നടപ്പാതയിലൂടെ തോടും വയലും അവിടെയുള്ള ജീവജാലങ്ങളുമെല്ലാം പുതിയ കഥകളായി രൂപമെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.V. ലേജു പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം മണ്ടൂരിൽ നടന്നു. M. വിജിൻ M.L.A. ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം മണ്ടൂരിൽ നടന്നു. M. വിജിൻ M.L.A. ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി വയോജന ബിൽ പാസാക്കിയ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാണ്. വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ, അവരുടെ പ്രശ്നങ്ങൾക്കായി അവരുടെ പ്രശ്നങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുന്നതിന് വേണ്ടി വയോജന കമ്മീഷൻ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ കേരളമാണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അവിടെ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. വയോജന പാർക്കുകൾ വരണം, വിശ്രമ കേന്ദ്രങ്ങൾ വരണം. അതിന് നമ്മുടെ ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ, പ്രസിഡന്റിനെ, ജീവനക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P.P. രോഹിണി, T.V. ഉണ്ണികൃഷ്ണൻ, P.P. അംബുജാക്ഷൻ, M.T. സബിത, M. രവീന്ദ്രൻ, P. ദാമോദരൻ, E. വസന്ത, M.V. സുമേഷ്, ICDS സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അന്നൂർ മഹാത്മാ സുഹൃത്വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കലാകാരൻ സുരേഷ് അന്നൂരിന്റെ കേളിപാത്രം ഡോക്യുമെന്ററി പ്രദർശനവും അണിയറ ശില്പികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി A.V. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു.
മഹാത്മാ സുഹൃദ്വേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ കലാകാരൻ സുരേഷ് അന്നൂരിന്റെ കേളിപാത്രം ഡോക്യുമെന്ററി പ്രദർശനവും അണിയറ പ്രവർത്തകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാസ്കരേട്ടൻ ഇപ്പോൾ നമ്മളോട് ജീവിച്ചിരിക്കുന്നില്ല. ഒരുപക്ഷെ ഭാസ്കരേട്ടനെ ഇരുത്തിക്കൊണ്ടായിരുന്നു ഈ ഡോക്യുമെന്ററി നമ്മളൊക്കെ കാണേണ്ടിയിരുന്നു. ഒരാൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്, ഒരിനം പോവുകയാണ്, ഒരു പ്രസ്ഥാനം പോവുകയാണ്, ഒരു ചരിത്രം പോവുകയാണ്. നമുക്ക് മുന്നേ നടന്നുപോയ ഇതിഹാസ സമാനമായ ഒരു ജീവിതം നയിച്ചൊരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതാവുകയാണ്. അവസാന ഘട്ടത്തിൽ കാണുമ്പോഴൊക്കെ ആ നരച്ച താടിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും തമാശയിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുന്നത് 2-3 വർഷങ്ങൾക്ക് മുന്നേ അഴീക്കോട് യോഗി സമുദായക്കാരുടെ ഒരു വലിയ കാവ്, ഏറ്റവും വലിയൊരു സെറ്റിൽമെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. AKP നാരായണൻ അധ്യക്ഷത വഹിച്ചു. നാടൻ കലാ ഗവേഷകൻ ഡോക്ടർ RC കരിപ്പത്ത് ഭാസ്കരൻ ഗുരുക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ, ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ, MT അന്നൂർ, P കമ്മാര പൊതുവാൾ, CV വിനോദ് കുമാർ, KK മധുസൂദനൻ, CK പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം ഓണക്കുന്ന് യൂണിറ്റ് സമ്മേളനം ഓണക്കുന്ന് വിമുക്തബഡ ഭവൻ ഹാളിൽ നടന്നു. സംസ്ഥാന കൗൺസിൽ അംഗം KN മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ഓണക്കുന്ന് യൂണിറ്റ് സമ്മേളനം ഓണക്കുന്ന് വിമുക്തബഡൻ ഹാളിൽ നടന്നു. ഉഗാസ സംസ്ഥാന കൗൺസിൽ അംഗം KN മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പേരിൽ ചർച്ചകൾ നടക്കുന്ന ഹിപ്പികൾ എന്ന് പറയുന്ന പുതിയൊരു സമൂഹം ഉരുത്തിരിഞ്ഞു വരുന്ന ലോകത്തെമ്പാട് ലക്ഷ്യബോധമില്ലാതെ അഴിഞ്ഞ ഷർട്ടും പാരിപ്രകൃതം മുടിയുമായി നടക്കുന്ന ഹിപ്പികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ച ഒരു സാഹിത്യ സംഘങ്ങൾ ലോകത്തിന്റെ സാഹിത്യ മേഖല രൂപപ്പെട്ട കാലഘട്ടത്തിലാണ് ഈ കൂട്ടം സാഹിത്യങ്ങൾ പറയുന്നത്. അതല്ല, നിങ്ങൾ പറയുന്നതല്ല ശരി. ജീവിതത്തിന്, സമൂഹത്തിന്, ലോകത്തിന് വളരെ ശുഭാത്മകമായ ഒരു ഭാവിയുണ്ട്. ആ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം ആരും കൂടെ മുന്നോട്ട് ഇറങ്ങണം, സാഹിത്യകാരന്മാർ മുന്നോട്ട് ഇറങ്ങണം. അത് പാരീസിൽ തുടങ്ങിയ കാഹളം, ലക്നൌവിൽ തുടങ്ങിയ കാഹളം നമ്മുടെ കൊച്ചി കേരളത്തിലേക്കും കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് വന്നു. ജീവൻ സാഹിത്യ സംഘത്തിന്റെ പേരിൽ M മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുണ്ടശ്ശേരി പുരസ്കാരം നേടിയ പ്രകാശൻ കരിവള്ളൂരിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് M രാജേഷ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ S ശ്രീലേഖ, ഗംഗാധരൻ കരിവള്ളൂർ, P ചന്ദ്രൻ മാസ്റ്റർ, KV ഷിജു, A ലളിതകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനമേള സംഘടിപ്പിച്ചു. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം വയോജന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള വയോജനമേള നാലിലാംകണ്ടത്ത് നടന്നു. കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P ശശിധരൻ അധ്യക്ഷനായി. KS കുഞ്ഞിരാമൻ, KB വീണ, P ലീല, K ശശികല, M ശ്രീജ, ഹെഡ്മാസ്റ്റർ മാധവൻ, ദിവ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരായ AV ശ്രീജിത്ത്, PK സുമ, K ബീന, സുജിത, രാജിത, വിജിന, ആശാപ്രവർത്തകരായ ലക്ഷ്മിക്കുട്ടി, ബീന എന്നിവരുടെയും നേതൃത്വത്തിൽ ജീവിതശൈലീ രോഗനിർണയവും പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ വയോജനമേള നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വെള്ളൂർ ശ്രീ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ നടക്കും. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.